എന്താ പേര്? ജ്യോതിഷ്. ജ്യോതിഷിന്റെ നാട് എവിടെയാണ് ജ്യോതിഷ്? അഞ്ചൽ. അഞ്ചൽ എനിക്കറിയാം, കൊല്ലം കൊട്ടാരക്കര അല്ലേ? ആരെ കൂടെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും അമ്മൂമ്മയും വാവയും. അവാവയും. ഈ അച്ഛന്റെ പേരെന്താണ്? രാജേഷ്. അച്ഛൻ എപ്പോഴും വീട്ടിലുണ്ടാകാറുണ്ടോ? ഓഫീസിൽ പോകും. അത് എവിടെയാണ് ഓഫീസ്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത്. അപ്പൊ നിങ്ങൾ താമസിക്കണം അഞ്ജലി. അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? അച്ഛൻ എപ്പോഴും കാണാറുണ്ട്? അച്ഛൻ അങ്ങോട്ടൊക്കെ വരുമ്പോ. അച്ഛൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാറുണ്ടോ? എവിടെയാണ് കൊണ്ടുപോകുന്നത്? സ്കൂൾ അടുത്തുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിൽ പോയി. അയ്യോ, വന്നത് തന്നെ അച്ഛൻ അബദ്ധത്തിലാണ്. വെള്ളച്ചാട്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് കാണിച്ചു തന്നു? അടുത്ത് വെള്ളച്ചാട്ടത്തിൽ കുടിച്ച്. വെള്ളച്ചാട്ടത്തിൽ കുളിച്ച്. അത് കഴിഞ്ഞ് അച്ഛൻ നേരെ വന്നിട്ട് അച്ഛൻ പിന്നെയും തുറച്ച് അച്ഛൻ വീട്ടിൽ അങ്ങോട്ട് പോയി, ഓഫീസിൽ പോയി. വീട്ടിലുണ്ടായി. എത്ര ദിവസം വീട്ടിൽ നിൽക്കും അച്ഛൻ? 3 ദിവസം. അച്ഛൻ വരുന്നതാണോ ഇഷ്ടം, പോകുന്നതാണോ ഇഷ്ടം? വീട്ടിൽ ഇഷ്ടം. അതാകുമ്പോ ടിവി കാണാമല്ലോ. ടിവി കാണാമല്ലോ വീട്ടിൽ. വീട്ടിൽ നിൽക്കുമ്പോ ടിവി കാണാമല്ലോ. മോന് കാണാം അല്ലേ? അച്ഛൻ പണങ്ങില്ല. അച്ഛൻ ഓഫീസിൽ പോയാൽ എനിക്ക് ടിവി കാണാമല്ലോ. അച്ഛൻ വീട്ടിൽ നിന്ന് എനിക്ക് ടിവി കാണാൻ പറ്റും. അച്ഛൻ ഓഫീസിൽ പോയി ടിവി കാണാൻ പറ്റാത്ത എന്താ? അച്ഛൻ താക്കോലും കൂട്ടിയിട്ടാ പോണത്. വീട്ടില് പോഗോ ചാനലും ഈ കാർട്ടൂൺ ചാനലുകൾ സ്ഥിരമായിട്ടിരുന്ന് കാണും. അപ്പൊ അത് കാണാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിരന്തരിക്കും. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴാണ് പരാതിയായിട്ട് വരുന്നത്. നിങ്ങൾ അതൊക്കെ ലെവലാക്കി വെച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ വരുമ്പോഴാണ് പിന്നെ കുട്ടികൾക്കൊന്ന് ടി വി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വരാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതുകൂടി ഒന്ന് ലെവലാക്കി വെച്ചിട്ട് പോയാൽ സന്തോഷമുള്ളൂ ആൾക്ക്. നിങ്ങൾ വരാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിപ്പോ? എന്തുകൊണ്ടാ? അപ്പോഴാണ് ഈ പോകോയും മറ്റതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്, കാർട്ടൂണൊക്കെ. അതെന്താണ് എനി ടൈം എപ്പോഴും ഇതിനകത്താണോ? ഞാനുള്ളപ്പോഴാണ് അല്പമെങ്കിലും കാണാൻ അനുവദിക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് അനുവാദം കുറവാണ്. ആര്? അമ്മയാണ് അതിന് സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പൊ അമ്മയാണ് കുറുമ്പി. പാവം അച്ഛനാണ് ചീത്തപ്പേര് മുഴുവൻ. ശരിക്കും ആരാണ് ഇതിനകത്ത് കുറുമ്പി? അച്ഛൻ പാവം. അച്ഛൻ ചിലപ്പൊക്കെ കൂതറ. ചിലപ്പോഴൊക്കെ പാവം, ചിലപ്പോഴൊക്കെ കൂതറ. നിങ്ങൾ ഇങ്ങനെ കൂതറയായാലും എങ്ങനെ ശരിയാകും? ഒന്നെങ്കിൽ ഫുൾ ടൈം കൂതറയാകാം. മോൻ ടി വി കാണുന്നതിന് ഇഷ്ടക്കേട് അമ്മക്കാണോ? എന്തെന്ന് പറയും? നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറയും? എന്നിട്ട് നിർത്തിയിട്ട് പോയി ഹോംവർക്ക് ചെയ്യാം. നിർത്തിയിട്ട് പോയി ഹോംവർക്ക് ചെയ്യും. പിന്നെന്ത് പറയും? പിന്നെ ഹോംവർക്ക് ചെയ്തിട്ട് വന്നിരുന്ന് കണ്ടോളാം. എന്നിട്ട് പോയി ഹോംവർക്ക് ചെയ്യടാ. ഹോംവർക്ക് ചെയ്തിട്ട് വന്നിരുന്ന് കണ്ടോടാ. എന്ത് കാണാനാണ്? അച്ഛൻ മറ്റൊന്നും പൂട്ടിയിട്ട് പോയിരുന്നതാ. പിന്നെ നമ്മൾ എന്നിട്ടാ കണ്ടത്? സാധാരണ ചാനലും കണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഈ പോവുകയും കാർട്ടൂണൊക്കെ അച്ഛൻ പൂട്ടി വെച്ച് താക്കോലായിട്ട് തിരുവനന്തപുരത്ത് പോവുകയല്ലേ. ഇതൊരു കഷ്ടമായ ജീവിതമാണ്. ജയിലിൽ കിടക്കുന്ന പോലെ അല്ലേ? മനസ്സിന് വിഷമം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളെ ഒരു വീട് വാങ്ങിട്ട് അതിനകത്ത് അമ്മൂമ്മ അപ്പൂപ്പനും ആരുമില്ല. ഞാനും ബാബയും അച്ഛനും ഞാൻ ഉള്ളേ. അത് അമ്മൂമ്മ ഇല്ലാത്തതുകൊണ്ട് വിഷമമാണ്. അമ്മൂമ്മ ആണെങ്കിൽ എല്ലാം ഉണ്ടാക്കി തരാം. അമ്മയാണെങ്കിൽ ചീത്തമാലിന് നടക്കും. ഈ അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സുഖമായിരുന്നു. അമ്മൂമ്മ ഇപ്പൊ ഇല്ല. ഈ അമ്മയാണെങ്കിൽ വെറുതെ തരാ പല ചീത്തയും പറഞ്ഞ് ഈ നടപ്പ് മാത്രം. ഉണ്ടാക്കി കൊടുക്കുകയില്ല, ടിവിയും കാണിക്കാൻ സമ്മതിക്കില്ല. ചിലപ്പോഴാണെങ്കിൽ കൂതറയുമാണ്. അമ്മൂമ്മ എവിടെ പോയപ്പോ? ഈ അമ്മൂമ്മ ഉണ്ടെങ്കിൽ സുഖമാണോ? അമ്മൂമ്മ പാവണോ? അച്ഛന്റെ അമ്മ? അമ്മയുടെ അമ്മയോ? എന്റെ അമ്മ. അമ്മ ഏകദേശം കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അമ്മ എല്ലാം പറയുന്ന പോലെ ചെയ്തു കൊടുക്കും. അപ്പൊ ഞങ്ങൾ വേറെ വീട് വാങ്ങിച്ചപ്പോ അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് വിഷമമാണെന്ന് അതാ പറയുന്നത്. അപ്പൊ പുതിയ വീടിനോട് ഇപ്പൊ താല്പര്യം താമസമായില്ല, വീട് വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പൊ അമ്മയും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ ഇനി വിഷമം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതാ പറഞ്ഞത്. നമ്മുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് വിചാരിച്ച ഞാനിപ്പോ എന്താ പറയേണ്ടത്? പുതിയ വീട് മേടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല കാലം വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പുതിയ വീട് മേടിച്ചത് കഷ്ടകാലത്തിന്റെ തുടക്കമാണ്. പുള്ളിക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും സമാധാനവും നഷ്ടമായി. ശരിയാ? വേറെന്താ പരാതി? വേറെ ഒന്നും പരാതിയില്ല. ആരായി തീരണമെന്നാണ് ആഗ്രഹം? സയന്റിസ്റ്റ് ആകണമെന്നാ? കാണാതായ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്നാ? എന്ത് സയന്റിസ്റ്റ് ആവണം? ഇതാര് പറഞ്ഞു തന്നു ഇതൊക്കെ? ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. ഇപ്പോഴേ കണ്ടുപിടുത്തം തുടങ്ങി. നമ്മുടെ വീടിനടുത്തൊക്കെ ഒരാളെ കാണാണ്ടായ പോലീസുകാരെ കണ്ടുപിടിക്കണം. എന്റെ മാമൻ ISRO ജോലി. അപ്പോഴിങ്ങനെ അവിടെ സയന്റിസ്റ്റ് ആവുമ്പോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. പിന്നെ അവിടെ ഒരു സ്പേസ് എൻസൈക്ലോപീഡിയ ഇരിപ്പുണ്ട്. അതെടുത്ത് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഇതിനകത്ത് എങ്ങനെയാ നമ്മൾ കയറി സ്പേസിൽ പോകുന്നത്, സ്പേസിൽ പോയി സൂര്യനെ തൊടാൻ പറ്റുമോ, ഇങ്ങനെ ഓരോന്ന് ചോദിക്കും.
ആദ്യം ഞാൻ പറയണത് സ്പേസിൽ പോണതിന് മുമ്പ് ഈ TV എങ്ങനെ സെറ്റപ്പ് ആക്കാൻ പറ്റുന്നത് ഒന്ന് സയന്റിസ്റ്റ് ആയിട്ട് ചിന്തിച്ച് അതിന്റെ അകത്ത് കയറുക. അതൊന്ന് സെറ്റപ്പ് ആക്കി അതിന്റെ ആ വർക്കുകളൊക്കെ ഒന്ന് കണ്ടുപഠിച്ചിട്ട് അച്ഛൻ പോയിട്ട് വരുമ്പോൾ ഇതൊന്നും അറിയാത്ത രീതിയിൽ നമുക്ക് ഈ സയന്റിസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചാൽ മറ്റേ സയന്റിസ്റ്റിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമായിരിക്കും. പിന്നെ അമ്മുമ്മ സയന്റിസ്റ്റിനെ എങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഈ പുതിയ വീട്ടിലേക്ക് സയന്റിസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചും ഒരു ഗവേഷണം നടത്തുന്നത് നന്നാണ്. എന്നിട്ട് ISRO പോകുന്നത് ബെറ്ററാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ വിഷമം മാറണ്ടേ ഇല്ലേ? എത്രാം ക്ലാസ്സിലായി? 1ാം ക്ലാസ്. ഇപ്പോഴേ സയന്റിസ്റ്റായി. വീട്ടിൽ വല്ല പക്ഷിയോ മൃഗങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല, അമ്മ വളർത്താൻ സമ്മതിക്കും. എങ്ങനെ ഇതിനെ തന്നെ വളർത്താൻ സമ്മതിക്കണ്ട? മക്കളെ തന്നെ വളർത്താൻ സമ്മതിക്കണ്ട. പിന്നെയാണ് ഈ പക്ഷിമൃഗാദികളെ വളർത്താൻ പോണത്. അമ്മ ഇതിനകത്തൊരു പ്രധാന ഘടകം തന്നെയാണ്. ഞാൻ അമ്മനെ കണ്ടപ്പോ ഭയങ്കര പാവെന്ന് വിചാരിച്ചിട്ടു. വിളിച്ച് ചന്ദനക്കുടിയൊക്കെ തൊട്ടിട്ട് കണ്ടപ്പോ സത്യത്തിൽ അമ്മ ഭയങ്കര ഇതാണല്ലേ? കണ്ടാ പറയില്ല. അമ്മ ഇങ്ങനെയാകുന്ന ദേഷ്യം എങ്ങനെ 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 കട്ടെ ദേഷ്യം വന്നാലേ നമ്മുടെ ആ ഒരു സംഭവം നോക്കിയാ കണ്ണും തള്ളി വരുന്നു, വായും തുറന്നു വരുന്നു, പേടിയാവൂല്ലേ? കണ്ടു പോകുമ്പോ അവനെ മേടിപ്പിക്കുന്ന കറണ്ട് പോകുമ്പോ മറ്റവനാ ചെറിയവനാ ഇങ്ങനെ എങ്ങനെ അച്ഛനിപ്പ ഇതിനകത്ത് ഒന്നും പറയില്ല. ഇവര് തമ്മിൽ എങ്ങനെയാണ് ഈ പേടിപ്പിക്കുക? അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമാണ്, വഴക്കേ ഇടൂല. ആരെ വഴക്കിട? ഫോണിൽ വിളിച്ചു ആര് വഴക്കിടും? ഒരു ദിവസം അച്ഛൻ അമ്മയെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞ്, അമ്മ അച്ഛനെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞു. നല്ല കാര്യമാണ്. ഒരു ദിവസം അച്ഛൻ അമ്മയെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞപ്പോ അടുത്ത ഫോണിങ് എടുത്തിട്ട് രണ്ടാമത് കട്ട് ചെയ്തിട്ട് അമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തു. അമ്മ എന്തെന്നാ പറഞ്ഞ? അമ്മ എന്തൊക്കെയാ പറഞ്ഞു, ഞാൻ താഴെ ഇരിക്കുവായിരുന്നു. എന്താ കേട്ടത്? എന്തോ കണവണാണ് കണവണാണ് എന്തോ കണവണാണൊക്കെ കേട്ട് ത്യാഗത്തിന്റെ പ്രധാന അവാർഡ് കൊടുക്കണം. സഹിഷ്ണുതയ്ക്ക്, സഹനത്തിന്, ക്ഷമയ്ക്ക്, ഇങ്ങനെ കഴിയുന്നതിന് നിങ്ങളുടെ കൂടെ നിങ്ങൾ ശരിക്കും പീഡിപ്പിക്കാണ്ടോ കൊച്ചിനെ? അമ്മ ഭീകരമായി കണ്ണും പൊഴിച്ച് വായും പൊളിച്ച് ശബ്ദം ഉണ്ടാക്കി വരുന്നു. അച്ഛനാണെങ്കിൽ വന്നു കഴിഞ്ഞ ഉടനെ അച്ഛന്റെ ഉപദ്രവം, ആകെയുള്ള ഉപദ്രവമില്ലാത്ത അമ്മമ്മയെന്ന് അതിനെ കൊണ്ടൊരു സ്ഥലത്താക്കി. ഈ എന്താണ് ഇവര് വഴക്കിടുന്നത്? എന്തെന്ന് പറയാ? കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും കൂടി കേട്ടിരുന്നെങ്കിൽ ആ വാക്കുകളും കൂടി ഇപ്പൊ ഇവിടെ പോകുന്നേനെ. കണകണ തന്നെ കിടക്കട്ടെ. ആണല്ലേ ഈ അമ്മ അങ്ങോട്ട് അത് അച്ഛന് മനസ്സിലാവും. അച്ഛനും അവിടെ നിന്ന് ഇതൊക്കെ തന്നെ ഇരിക്കും കാണും പറയണത്. എന്തായാലും അവര് തമ്മിൽ അങ്ങനെ വഴക്കിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. വേറെ അടിയിടിയൊന്നും ഉണ്ടാക്കൂലല്ലോ? ഉണ്ടാക്കൂല? അതൊന്നുമില്ല. നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ വർത്തമാനം മാത്രം അത് ദേഷ്യമാണ് അല്ലേ? ഭാഷ്യയുടെ മാസത്തിലൊക്കെ വരുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെ പോട്ടെ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അല്ലാണ്ട് ഇതിന്റെ ഇടയിൽ ഇടപെട്ട് ഉള്ള ദോഷം. എന്തുണ്ട് വിശേഷം? ഒരു വിശേഷം. എന്താണ് പേര്? വെറും ഗായത്രി? ഗായത്രി വിദ്യ അല്ലേ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? എവിടെയാണ്? അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോ? അച്ഛന്റെ പേരെന്താണ്? അമ്മയുടെ പേരെന്താണ്? ഗായത്രി വിദ്യ എന്നാണ് പേര്. അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ മക്കൾക്ക് അച്ഛന്റെ പേരാണ് എപ്പോഴും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ അമ്മയുടെ പേര് മക്കളുടെ പേരിന്റെ കൂടെ വരുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഞാൻ ഈ മകളുടെ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ചേർക്കുന്നത്. കേരളത്തിൽ മുഴുവനെന്നല്ല, ലോകത്തെമ്പാടുമുള്ള മക്കളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ പേരാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അച്ഛൻ റേഷൻ കാർഡിൽ 1ാം സ്ഥാനക്കാരനായിരുന്നു, റേഷൻ കാർഡിൽ നിന്നും പോയി. അപ്പൊ മക്കളുടെ പേരിന്റെ കൂടെയൊന്നും വീട്ടിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ മൂത്തമാളുടെ കൂടെ എന്റെ പേരുണ്ട്. അതെന്താ പേര്? ഗോപിക ഗോപൻ. ഗോപിക ഗോപനും ഗായത്രി വിദ്യ. ഓ, അത് നിങ്ങളൊരു ധാരണയിലിട്ട പേരാണല്ലേ? സ്വന്തമായിട്ടാണ് ഗായത്രി വിദ്യ നിൽക്കുന്നത്. അല്ല, നമ്മുടെ പേര് കൂടെ ഇടുമ്പോ അമ്മയ്ക്ക് അതൊരു സന്തോഷമായിട്ടല്ലേ തോന്നുന്നു? അമ്മയ്ക്ക് കുറ്റം പറയാനല്ല. മോള് പറയുന്നത് അച്ഛന് ചേച്ചിയുണ്ട്, അമ്മയ്ക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് മോള് സ്വന്തമായിട്ട്. ഇപ്പോഴേ മോക്ക് മനസ്സിലായി അമ്മക്ക് ആരുമില്ല. അമ്മയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടു. ആയിക്കോട്ടെ. ഈ അമ്മയുടെ പേരൊക്കെ കൂടെ കൊണ്ടു നടക്കണ്ട്. അമ്മ മോളെ കൂടെ കൊണ്ടു നടക്കാറുണ്ടോ? എവിടെ പോയാലും കൊണ്ടുപോവുക?
എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുവാ? വീട്ടിൽ സ്നേഹം ചേച്ചിയോടാണോ മോനോടാണോ? അമ്മ രണ്ടുപേർക്ക് സ്നേഹം കാണിക്കും, ഒരാളെ മാത്രം അമ്മയ്ക്ക് രണ്ടുപേരും വേണം. ഓ, അമ്മയ്ക്ക് ഒരാളെ മാത്രം പോരാ, രണ്ടുപേരെയും വേണം. അമ്മ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്, ഗോപനത് മനസ്സിലാക്കുക. കാര്യം പേരിന്റെ കൂടെയുള്ള ഒരു മോളെയും മറ്റതിനെയും കൂടി ദത്തെടുത്തിരിക്കുകയാണ് അമ്മ. വിട്ടുപോകരുത്, ഗോപൻ ശ്രദ്ധിക്കുക. ഗോപൻ അച്ഛനും രണ്ടുപേരെയും വേണം, ഒരാളെ മാത്രം പോരാ, രണ്ടുപേരെയും വേണം. മൂത്തത് ആൺകുട്ടിയാ പെൺകുട്ടിയാ? ഈ ഇവരിപ്പോ ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ രണ്ടുപേരും ഒക്കെ ഇരിക്കുന്നുണ്ട്. സന്തോഷത്തിൽ തന്നെയാണ് അവിടെ വീട്ടിലും? വഴക്കേടൂല? ഭയങ്കര ആഹ്ലാദമാണോ? അച്ഛൻ അമ്മ എന്തെന്നാ വിളിക്കണേ? വിദ്യാമോളെന്ന് വിളിക്കുവോ? വിളിക്കാറുണ്ടോ ഇങ്ങനെ? ചിലപ്പോ വിദ്യന്ന് വിളിക്കും, ചിലപ്പോ വിദ്യമോളെ. സ്നേഹം കൂടുമ്പോഴാ? അമ്മ എന്ത് വിളിക്കും? ഗോപമോനെ എന്ന് വിളിക്കുക. അമ്മ സ്നേഹം കൂടുമ്പോ അച്ഛൻ എന്ത് വിളിക്കും? അച്ഛൻ എന്തായാലും വിദ്യാമോളെ എന്നൊക്കെ വിളിക്കും. വീട്ടില് ഇത്തിരി കുറുമ്പ് കൂടുതൽ ആർക്കാണ്? രണ്ടുപേരൊക്കെ ഉണ്ട്, എനിക്കും ചാച്ചയ്ക്കും. അല്ലാണ്ട് അച്ഛനും അമ്മയ്ക്കും ഇല്ല? ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഇവിടെ. ഈ അച്ഛനോ അമ്മയോ അമ്മുമ്മയോ ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മൂന്നുപേരുണ്ട്. അമ്മ മലയാള നാട്ടിലെ ഒരിക്കലും അമ്മമാരെ മറന്ന് ഒരു പ്രവൃത്തിയും ചെയ്തുകൂടാ. മക്കൾക്കൂടി ബന്ധം മാത്രമല്ല, അമ്മയെ ഏറെ സ്നേഹിക്കുന്നവരാണ്. അമ്മയാണ് നമ്മളെ വെയിലും മഴയും കൊള്ളാതെ ഒരു പരിക്ക് പോലും പറ്റിക്കാതെ നമ്മളെ കൊണ്ടു നടന്നത്. ആ അമ്മയ്ക്കാണ് നമ്മൾ വൃദ്ധസദനങ്ങൾ തീർക്കുന്നത് കേരളത്തിൽ. വൃദ്ധസദനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഉള്ള വൃദ്ധസദനങ്ങളെക്കാൾ കൂടി പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒക്കെ അമ്മമാരെയും എല്ലാ കുഞ്ഞുങ്ങളും അച്ഛനെയും അമ്മനെയും പൊന്നുപോലെ നോക്കുക. പൊന്നെന്ന് പറഞ്ഞാൽ കൂടെ പണയം വെക്കാനല്ല ഞാൻ പറയുന്നത്. പൊന്നാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ളത്. അതുപോലെ തന്നെ മാതാപിതാക്കളെയും അതിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിരിക്കുക കേട്ടോ. അമ്മ പണിക്ക് പോകണ്ട, അമ്മ ശമ്പളം കൊണ്ടുവന്ന് തന്നോളൂ. അപ്പോ ഇന്നത്തെ ദിവസം വളരെ ധന്യമാക്കി. ഇനി ഇവർക്കുള്ള സമ്മാനത്തിനുള്ള സമയം സമാഗതമായി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. ആദ്യത്തെ സമ്മാനം ആർക്കാണ്? സാത്വികയ്ക്കാണ്. സാത്വിക കുറെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മയുടെയും അച്ഛന്റെയും ശമ്പളം വേണമെന്ന് പറഞ്ഞു. പിന്നീട് സാത്വികയ്ക്ക് തന്നെ മനസ്സിലായി അമ്മ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അച്ഛന്റെ ശമ്പളം മാത്രം മതി, അമ്മയുടെ പുഞ്ചിരിയും സേവനവും മാത്രവും മതിയെന്ന് തീരുമാനിക്കുന്നു. മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനം, ക്യൂബിക് PU ഫുട്വെയർ നൽകുന്ന മറ്റൊരു സമ്മാനം. എല്ലാ മക്കളും, എല്ലാ മാതാപിതാക്കളുടെ എല്ലാ മക്കളും വളരെ നല്ല ചിന്തകളുമായിട്ട് പോകുന്ന വഴി കല്ലുമുള്ളും നിറഞ്ഞതാണെങ്കിൽ പോലും അത് പൂമത്ത വിരിച്ചതുപോലെ ആകട്ടെ, നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ, നല്ല കൂട്ടുകെട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ നമോഭാഗം. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. നാളെ വീണ്ടും കാണാം.